കോൺഗ്രസ് അല്ലെങ്കിൽ UDF സംവിധാനം ഇതുപോലൊരു വിജയം ഇതിനു മുമ്പ് പ്രതീക്ഷിച്ചിരുന്നില്ലേ അപ്പോൾ? വി ഡി അത് വി ഡി സതീശൻ സതീശൻ പറഞ്ഞല്ലോ. പറഞ്ഞിരുന്നല്ലോ 100 സീറ്റ് വി- കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്നൊക്കെ രീതിയിൽ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോ അങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ലേ? പ്രതീക്ഷിച്ചല്ലോ. ഒരാള് പറഞ്ഞല്ലോ 100-ലേറെ സീറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ UDF ജയിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നൊക്കെ ശക്തമായിട്ട് പറഞ്ഞ ഒരു നേതാവിന്റെ ആ ചങ്കുറപ്പാണ്. അപ്പോ അങ്ങനെ ഒരു നേതാവിന്റെ ചങ്കുറപ്പോട് കൂടി UDF സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പോലും ഇത്രയധികം ദിവസം കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ KC വേണുഗോപാൽ ഉൾപ്പെടുന്ന നേതാക്കളുടെ പേരുകൾ ഉയർന്നു വരുന്നു. KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് ഡൽഹിയിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു. ഇരുവരും തമ്മിൽ ഫ്ലെക്സ് യുദ്ധമൊക്കെ ഉണ്ടായതാണ്. അത് ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ പോലും ഏറ്റവും മൗനം പാലിച്ചിരുന്നതും തനിക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാവാം. എന്നും സൗമ്യനായിട്ടുള്ള ഒരു നേതാവായിട്ട് മാത്രമേ ശ്രീ രമേശ് ചെന്നിത്തലയെ ജനങ്ങൾ ഉൾപ്പെടെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെയാണ് മാറ്റി നിർത്തപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധിയെ പോലും കാണാനായിട്ട് കൂട്ടാക്കിയിരുന്നില്ല. അതില് അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ശ്രീ രമേശ് ചെന്നിത്തല. ശ്രീ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള പദവിയേക്കാളും വലിയ പദവി കാത്തിരിക്കുന്നുണ്ടാകാം. അദ്ദേഹം ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനാണ്. പിന്നെ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ടൊക്കെ അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടാവില്ല. ആ സംതൃപ്തി ഉണ്ടാകാതെ രീതിയിൽ കോൺഗ്രസിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇതിലും ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. ആസ് ഓഫ് ദിസ് മൊമെന്റ് രമേശ് ചെന്നിത്തല ഈസ് ആൻ MLA. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല.